ആരാധന. ജീവിക്കുന്ന ദൈവത്തിന് ആരാധന അർപ്പിക്കുക. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരിക. സാബത്ത് മുതൽ സാബത്ത് വരെയും അമാവാസ്യ മുതൽ അമാവാസ്യ വരെയും എൻ്റെ ജനം എന്നെ ആരാധിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സാബത്ത് മുതൽ സാബത്ത് വരെയും അമാവാസ്യ മുതൽ അമാവാസ്യ വരെയും എൻ്റെ ജനം എന്നെ ആരാധിക്കും. എന്നെ ആരാധിക്കുന്നവരുടെ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തും. എന്നെ ആരാധിക്കുന്നവർക്ക് ഗർഭഛിദ്രമുണ്ടാകുകയില്ല. എന്നെ ആരാധിക്കുന്നവർക്ക് ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിനെ ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന സൽഫലങ്ങൾ. രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാൻ, രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാൻ. ഞാൻ എന്തുമാത്രം ദൈവത്തെ മനസ്സുരുകി ആരാധിക്കുന്നുണ്ടോ, ഹൃദയത്തിന്റെ നിറവിൽ ആരാധിക്കുന്നുണ്ടോ, എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, അവിടെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. എന്നോടൊപ്പം ഭക്ഷിക്കും, എന്നോടൊപ്പം പാനം ചെയ്യും. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മതിയാകാത്തൊരു സ്വരം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മനസ്സുകളും തുറക്കപ്പെടട്ടെ. എൻ്റെ ഒരു കൊച്ചു സ്വരം പോലും കേൾക്കാൻ ദൈവം ഈ രാത്രി കാത്തിരിക്കുന്നു. എൻ്റെ സ്വരത്തിൽ അലിയാൻ ദൈവം കാത്തിരിക്കുന്നു. മാലാഖമാര് ആരെ ആരാധിച്ചുവോ അവനെ തന്നെ നമ്മളും ഇപ്പോൾ ആരാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയം ആരെ ആരാധിച്ചുവോ അവനെ തന്നെ ആരാധിക്കട്ടെ. വിശുദ്ധ ഗണങ്ങൾ ആരാധിച്ചവനെ തന്നെ ഞാനും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവാൽ നയിക്കണമേ, ആത്മാക്കളെ നേടുവാൻ നിൻ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. നിൻ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. കരമുയർത്തി യേശുവേ, വിളിച്ചേ അവനിതാ എന്റെ നിലവിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ആരെല്ലാം യേശുവിനെ വിളിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതം പാഴായി പോയിട്ടില്ല. യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർക്ക് തക്ക സമയത്ത് പ്രതിഫലം കൊടുത്ത ദൈവമാണ് ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. അങ്ങേക്കാരാധന. കരങ്ങൾ വീശി ആരാധന. ദൈവം വാഴുന്നു. ഈ അൽത്താരയിൽ ദൈവം വാഴുന്നു. ആരാധന, അങ്ങേക്കാരാധന. ആരാധന, അങ്ങേക്കാരാധന, അങ്ങേക്കാരാധന, അങ്ങേക്കാരാധന. യേശുവേ, വിളിക്ക. ഇതാ ദൈവം, ഇതാ ദൈവം ഇവിടെയുണ്ട്. ഒരു പെരുവേൽ അനുഭവം ഇവിടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം കടാവിളക്ക് പോലെ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, എഴുന്നേറ്റ് നിൽക്കുക. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ആരുടെ മേലെല്ലാം ഭക്ഷിച്ചിട്ടുണ്ടോ
അവരെല്ലാം ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്യാൻ അനുഗ്രഹം പ്രാപിച്ചവരായി മാറി. എല്ലാ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ഇതാ മോശ 40 ദിവസം ദിനരാത്രങ്ങൾ ഉപവസിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. അവന്റെ മുഖം തേജോമയമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മുഖത്തേക്ക് നോക്കാൻ പോലും ദൈവജനത്തിന് സാധിച്ചില്ല. അത്രമാത്രം പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ അവന്റെ മേൽ കടന്നു. സാവൂള് ഒരു മിന്നലൊളിയാണ് അവനെ ഇതാ താഴേക്കിട്ടത്. അവൻ ചോദിച്ചു, കർത്താവേ അങ്ങാരാണ്? കർത്താവേ എന്നുള്ള വാക്ക് വിളിക്കാത്തവനെ കൊണ്ട് കർത്താവ് വിളിപ്പിച്ചു, അങ്ങാരാണ്? ഈശോ മറുപടി കൊടുത്തു, ഇതാ നീ എന്നെ വിളിക്കണം, നീ ഇനി എന്നെ പീഡിപ്പിക്കരുത്, എന്നെ വിശ്വസിക്കുന്നവരെയും. ഒരു മിന്നല് കൊണ്ട് കൊടുത്ത അനുഗ്രഹം, ഒരു മിന്നല് കൊണ്ട് കൊടുത്ത ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രക്തസ്രാവക്കാരി 12 വർഷമായി ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നൊരു പെൺകുട്ടി, മെലിഞ്ഞ് എല്ലും തോലും പോലെ ആയിരിക്കുന്ന പെൺകുട്ടി. അവൾ ഒരു കാര്യം ചെയ്തു, ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് രക്ഷ കിട്ടുമെന്ന് അവൾ വിചാരിച്ചു. വിശ്വസിച്ചു എന്ന് പോലും ബൈബിൾ എഴുതുന്നില്ല. അവളൊന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇതാ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ തിരുവചനം അവളിലേക്ക് കടന്നു വന്നു. ആ റേഡിയേഷൻ ശക്തി അവളെ സുഖപ്പെടുത്തി. 12 വർഷമായി അവളുടെ വേദനകൾക്ക് നിമിഷ നേരം കൊണ്ട് കർത്താവ് വിരാമമിട്ടു. ദൈവത്തിൻ്റെ ഒരു അഗ്നിയാണ് അവളിലേക്ക് ചെന്ന് പതിച്ചത്. അന്നൊരിക്കൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. കുഷ്ഠരോഗം ശാപം കിട്ടിയതിൻ്റെ ഒരു അടയാളമായി മാത്രം കരുതിയിരുന്നൊരു ദൈവജനം. അവൻ ഒരുപാട് വേദനിച്ചു. എന്തിന് ദൈവമേ ഇതുപോലൊരു രോഗം തന്നെ എന്നെ പീഡിപ്പിച്ചു? ഈ എൻ്റെ ജന്മം പാഴായി എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനോട് പോലും ശപിച്ചും പ്രാഗിയും ജീവിച്ചവൻ ഇതാ കർത്താവ് കടന്നുപോയപ്പോൾ അവൻ ഒരു കാര്യം മാത്രം ചോദിച്ചു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഈശോ ചോദിച്ചു, എന്ത് മനസ്സുണ്ടെങ്കിലെന്നോ? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. പെട്ടെന്ന് ഇതാ പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരം ഒരു ഇളം ശിശുവിന്റെ ശരീരം പോലെയായി മാറി. അനേകം കൊടുങ്കാറ്റുകളെ ശാന്തമാക്കിയവനാണ് ഈ അൾത്താരയിലിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ യേശു ഉപയോഗിച്ചത് അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ അനേകം കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കൊടുങ്കാറ്റുകൾ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഉണ്ട്. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ആഞ്ഞടിക്കുന്ന സഹനങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മേരി ജോസഫ് കപ്പിൾസിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കി. സംഘർഷം സൃഷ്ടിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും തൻ്റെ ജീവിത പങ്കാളിയെ പഴിക്കാത്ത അത്ര അഭിഷേകം കൊണ്ട് നിറഞ്ഞ കപ്പിൾസ്. പ്രിയപ്പെട്ടവരെ, ആഞ്ഞടിച്ച സഹനത്തിലും സമചിത്തത കൈവിടിയാത്ത കപ്പിൾസ് മേരി ജോസഫ് കപ്പിൾസ്. നമുക്ക് ഈശോയുടെ നേരെ ഒന്ന് കരനീട്ടി പിടിക്കാം. ഇതെല്ലാം സംഭവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ചു ശക്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇതാ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാത്മാവിൻ്റെ ശക്തി അവളിലേക്ക് കത്തിപ്പടർന്നു കയറി. അമ്മയുടെ ഒരു വാക്ക്, അമ്മയുടെ ഒരു സാന്നിധ്യം, ഉദരത്തിൽ വരുന്ന ഈശോയുടെ ഒരു സാന്നിധ്യം
എല്ലാം അവിടെ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി. ഈശോയിലേക്കൊന്ന് നോക്കിക്കേ. അതുപോലൊരു അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഈശോയിൽ നിന്ന് എനിക്ക് കടന്നു വരണം, ഈ തിരുവോസ്തിയിൽ നിന്ന് കടന്നു വരണം. ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ നമുക്കിപ്പോൾ ശക്തി തരാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ മറികടക്കാനുള്ള ശക്തി ദൈവം തരാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏത് പ്രലോഭനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്, എപ്പോഴും വീണു പോകുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകൾ എൻ്റെ മേലുണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മരം എങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നുവോ അതങ്ങോട്ട് മറിയും. ഏത് പാപത്തിലേക്കാണ് ഞാൻ ചരിഞ്ഞിരിക്കുന്നത് അവിടേക്ക് ഞാൻ മറിയും. രണ്ട് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെയാണ് ആത്മാവിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആത്മശക്തി കൊണ്ട് നമ്മൾ പുതിയ വ്യക്തികളായി മാറുന്നത്. കർത്താവിനെ വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. വിളിക്ക. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങണം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങണം. അവനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായി മാറിയിട്ടുള്ളത്? വചനം ചോദിക്കുന്നു. അവനെ വിളിച്ചപേക്ഷിച്ചിട്ടുള്ളവര്, അവനോട് പ്രാർത്ഥിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളവര്? യേശുവേ, യേശുവേ, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ. പരിശുദ്ധ കന്യകാമറിയം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞപ്പോൾ അമ്മയെല്ലാം മറന്നു. തൻ്റെതായ അഭിമാനം തേച്ച് മടക്കി വെച്ച് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. അമ്മ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടി. ആദ്യം ഓടിയത് എലിസബത്തിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ, വേദനിച്ചു നിന്ന എലിസബത്തിനെ അതിൽ നിന്ന് കരകയറ്റാൻ. രണ്ടാമത് ഓടിയത് കാനായിലെ കല്യാണ വിരുന്നിലേക്കാണ്. പച്ചവെള്ളം പോലെ ഇരുന്ന മനസ്സുകളിലേക്ക് ദൈവത്തിന്റെ തീഷ്ണതയുടെ ലഹരിയുടെ ഒരു അഭിഷേകം കടന്നു വരാൻ, ആത്മാവിൽ പൂരിതരാക്കി മാറ്റാൻ അമ്മ അവിടേക്ക് ചെന്നു. വീണ്ടും പരിശുദ്ധ മറിയം തൻ്റെ ആ ഏറ്റവും വലിയ ശുശ്രൂഷയുമായിട്ട് ചെന്നത് സഖിയോനൂഠശാലയിലാണ്. ഒരു തീ കത്തുന്ന അനുഭവം അവിടെ ഉണ്ടായി. 11 ശിഷ്യന്മാര് ഒരുമിച്ച് നിന്നു പരിശുദ്ധ മറിയത്തോടൊപ്പം. ഒരാളെ തെരഞ്ഞെടുത്തു നിർത്തി. അവരെല്ലാം ഒരുമിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇതാ ബൈബിൾ എഴുതിയിരിക്കുന്നു. ആത്മാവ് കൊടുത്ത ഭാഷണം ഉപയോഗിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു. ഒരു അഗ്നിനാവ് പോലെ ഒരു നാവ് അവരുടെ മേൽ വന്നു നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു സ്വരം അവർ കേട്ടു. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ശരിക്കും ഉയർത്തിപ്പിടിക്കുക. ഇന്ന് ദൈവത്തിന്റെ കൊടുങ്കാറ്റ്, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ നിറവിന്റെ കാറ്റ് കടന്നു വരണം. ശക്തിയോടെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് സകലത്തിന്റെ ഉപരിയായ ദൈവമാണ്. എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ അവിടുന്ന് കരം നീട്ടി നിൽക്കുന്ന ദൈവമാണ്. എന്റെ ജീവിതത്തിലേക്ക് ഇത് അഗ്നി പോലെ ഇറങ്ങി വരുന്ന ദൈവം, അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഇതാണ് സത്യ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാംസന്റെ കെട്ടഴിച്ച ദൈവം ഇതാ എന്റെ കെട്ടുകൾ അഴിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിഷ്യന്മാരെ കല്ലറയിൽ നിന്ന് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ദൈവം ഇതാ ആ ശക്തി നമ്മുടെ മേൽ അയക്കുന്നു. യേശുവിന്റെ ശക്തി നമ്മുടെ മേൽ അയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് അമ്മ പറഞ്ഞത് ഇവനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അടിച്ച് സന്തോഷത്തോടെ മനസ്സ് തുറക്ക്. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി തന്റെ ആത്മാവിനെ എല്ലാവരുടെ മേലും വർഷിക്കും. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ,
പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്തു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്തു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്തു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്തു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്തു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്തു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്തു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്തു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ നീട്ടി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സഖിയോൻ ഊർജ്ജശാല ആവർത്തിക്കപ്പെടട്ടെ. സീനായ് മലയിലെ അഭിഷേകം ഒഴുകട്ടെ. ഹോരബ് മലയിലെ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. ബെത്സയിദയിലെ അഭിഷേകം ഒഴുകട്ടെ. ഖാനായിലെ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കൈയടിച്ച് ശക്തിയോടെ പാടിക്കുന്നു. മാളിക മുറി അത്തിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, മാളിക മുറി അത്തിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അത്തിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ ജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തി പോലെ പെയ്തിറങ്ങി വാ, മഴ 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 പോലെ പെയ്തിറങ്ങി വാ, അനുഗ്രഹിച്ച ശക്തി പോലെ പെയ്തിറങ്ങി വാ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത ശക്തി, പെയ്തിറങ്ങി വാ, ന്യായാധിപന്മാർ കൊടുത്ത ശക്തി, പെയ്തിറങ്ങി വാ, രാവിലെ കൊടുത്ത ശക്തി, പെയ്തിറങ്ങി വാ, തീയെ പെയ്തിറങ്ങി വാ, 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 പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടിക്കേ പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകമായി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങളും നീട്ടി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ വരിക. ഓ ദൈവമേ, ഓ ദൈവമേ, നിന്റെ ആത്മാവ് കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കുക. ഇവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുക. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, അടിമത്വങ്ങൾ മാറ്റണമേ, തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളിലേക്ക് തുറവി കൊടുക്കണമേ. ഓ ഓ ദൈവമേ, നിന്റെ ശക്തിയാൽ ഇവരെല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ ജീവന തുല്യം സ്നേഹിച്ച കർത്താവ് അൾത്താരയിലുണ്ട്. ഈ ലോകത്തിലെ ആരും ഇതുപോലെ നമ്മെ സ്നേഹിക്കില്ല. സ്വന്തം ജീവൻ നൽകിയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. സുപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? ഇതാ പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നിമിഷം ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് ചോദിക്കാം. എന്തെല്ലാം നിങ്ങൾക്ക് വേണം അതെല്ലാം ഈ നിമിഷം ചോദിച്ചോ, തമ്പുരാൻ തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഈശോ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്നുള്ളത് പറഞ്ഞാൽ മതി. എൻ്റെ കർത്താവേ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ആലോചനകളിൽ, എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ സ്വപ്നങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിലെല്ലാം തമ്പുരാനെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ സഹനങ്ങളിൽ പോലും, എൻ്റെ വേദനകളിൽ പോലും, എൻ്റെ ഞെരുക്കങ്ങളിൽ പോലും, ഞാൻ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളുടെ നടുവിലും തമ്പുരാനെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ സ്നേഹത്തെ ഉയർത്തുവാൻ ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുക്കുന്ന ആത്മാവിലേക്കും ആ തീരുമാനമെടുക്കുന്ന ജീവിതങ്ങളിലേക്കെല്ലാം സ്വർഗത്തിൻ്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ശേഷിക്കുന്ന ജീവിതം നിനക്കായി, എൻ്റെ ശേഷിക്കുന്ന ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കാൻ. എനിക്കറിയില്ല എത്ര നാള് എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ശേഷിക്കുന്ന ജീവിതം ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ, അങ്ങനെ നിന്നോടുള്ള സ്നേഹത്തിൽ എൻ്റെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഭാവി, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ കർത്താവേ, ഇതാ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ ഞാനിതാ സമർപ്പണം പറയുന്നു. ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ടൊരു സമർപ്പണം പറ മക്കളെ. വേറൊന്നും വേണ്ട. നീ അനുഗ്രഹിക്കപ്പെടാൻ ഈ ഒറ്റ സമർപ്പണം മതി. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനുണ്ടല്ലോ, നീ നിന്റെ കർത്താവിനോട് എടുക്കുന്ന ഒരൊറ്റ സമർപ്പണം മതി. അത് സത്യമായിരിക്കട്ടെ, അത് സത്യസന്ധമായിരിക്കട്ടെ. ആ സമർപ്പണത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജോഷുവ പറഞ്ഞില്ലേ, മക്കളെ എല്ലാ ഗോത്രങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇതൊരു കാര്യം ചോദിക്കുന്നു, നിങ്ങൾ വിജാതീയ ദൈവങ്ങളെ സേവിക്കുവോ അതോ സത്യദൈവത്തെ സേവിക്കുവോ? എന്നിട്ട് ജോഷുവാണ് ആദ്യം പറഞ്ഞത്, ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഞാനൊരു തീരുമാനമെടുത്തു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഇതാ യഹോവയെ സേവിക്കും. ഒരൊറ്റ തീരുമാനമായിരുന്നു മക്കളെ. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നിത്യതയോളം വിലയുണ്ടെന്ന് ഓർക്കണം. നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും എൻ്റെ ആത്മരക്ഷയോളം വിലയുണ്ടെന്ന് അറിയണം. ഞാൻ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എൻ്റെ നിത്യജീവൻ ഉറപ്പിക്കുന്നതോ നഷ്ടപ്പെടുത്തുന്നതാകാമെന്ന് തിരിച്ചറിയണം. അപ്പോൾ തീരുമാനമെടുക്കുക, എൻ്റെ കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ജീവിച്ച് കടന്നു പോകുന്ന ഈ വേളയിൽ നിന്നെ സ്നേഹിച്ച് 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 ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കൊച്ചുതെരേസ്യ പുണ്യവതി എത്രമാത്രം ഈശോയെ സ്നേഹിച്ചു. കൊച്ചുതെരേസ്യ പുണ്യവതി പറഞ്ഞത് ഒറ്റ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ ദൈവത്തെ സ്നേഹിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുതെരേസ്യ പുണ്യവതി. ആ വിശുദ്ധയിൽ വിളങ്ങിയ ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ ആ തലോടൽ നമുക്കും കിട്ടാൻ പ്രാർത്ഥിക്കാം. ജീവിതം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ സഹനങ്ങൾ കൊണ്ടുപോലും എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ, എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം കർത്താവിന് കൊടുക്കുക. ഇനി ഞാൻ പിന്നിലേക്കില്ല. എൻ്റെ കർത്താവേ, ഇതാ എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചതിനെ പ്രതി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് ഇതാ എൻ്റെ കൺമുമ്പിൽ. ഇതാ ലോകം എൻ്റെ പിറകിൽ. പക്ഷേ എൻ്റെ കർത്താവിനെ കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരും. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ, വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരും. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, പിന്നിലുള്ളവയെ ലോകത്തെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ള എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുമെന്ന്. എൻ്റെ കർത്താവേ, ഇതാ ഞാൻ എൻ്റെ തീരുമാനം പറയുന്നു.
ഹൃദയം കൊണ്ട് തീരുമാനം പറയാം. ഈശോയേ, യേശുവിൻ്റെ പിന്നാലെ പോകാൻ കർത്താവേ, ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ പോകാൻ, യേശുവിൻ്റെ പിഞ്ചെല്ലാൻ. കൂട്ടുകാരെയല്ല, സഹോദരങ്ങളെയല്ല, വൈദികരെയല്ല, സന്യസ്തരെയല്ല, സമർപ്പിതരെയല്ല, എത്രാനെയല്ല, ആരുമല്ല. എൻ്റെ കർത്താവെ, നിന്നെ പിന്തുടരാൻ, നിന്നെ മാത്രം, നിന്റെ കാലടികളെ പിന്തുടരാൻ എനിക്ക് ശക്തി തരാൻ പറ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേ. തീരുമാനം ഉറപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോവുകയാണ് ആത്മാവിൽ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്ക് അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാണ് ആത്മാവിൽ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്ക് അല്പവും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്ക് അല്പവും. എൻ്റെ മുൻപിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്ക് അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാണ് ആത്മാവിൽ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്ക് അല്പവും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ഈ തീരുമാനത്തോടെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മൾ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഒരൊറ്റ തീരുമാനത്തിൽ മക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഒത്തിരിയേറെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം കർത്താവ് നൽകുന്നുണ്ട്. ഒത്തിരിയേറെ ദാമ്പത്യ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കളിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ വിളി കർത്താവ് നൽകിയിട്ടുണ്ട്. ഒത്തിരി പേരിൽ ആത്മാവിൽ വലിയ തീയിറങ്ങുന്ന അനുഭവം കർത്താവ് തരുന്നുണ്ട്. എല്ലാം സ്വർഗം നമുക്ക് തരുന്ന അനുഭവങ്ങളാണ്. നന്ദിയോടെ നമുക്ക് സ്വീകരിക്കാം. നന്ദിയുള്ളവരായിരിക്കാം. കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പീഡകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ, യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. എൻ്റെ ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.